സെയിൽസിലെ ജോലി ചെയ്യാനൊക്കെ പലർക്കും മടിയാണ്. സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ നെറ്റിച്ചുളിക്കും. അയ്യേ, സെയിൽസ്മാൻ ആണോ, സെയിൽസിലാണോ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് കളിയാക്കും സെയിൽസ്മാനെ കുറിച്ച്. എന്നല്ലേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല കമ്പനികളിലും അവിടുത്തെ ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളെക്കാളും ഒക്കെ ശമ്പളം പലപ്പോഴും വാങ്ങുന്നത് സെയിൽസ്മാൻ ആണ്. കമ്മീഷനിലൂടെ സെയിൽസ്മാൻ ആണ് നേടിയെടുക്കുന്നത്. സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് നെറ്റിച്ചുളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സെയിൽസിന്റെ രുചി അറിഞ്ഞ ഒരാള് പിന്നെ ഒരിക്കലും സെയിൽസിൽ നിന്ന് വിട്ടുപോയില്ല. കാരണം സെയിൽസിന് കുറെ ത്രില്ലുകളുണ്ട്. സെയിൽസ്മാൻ ഓരോ ദിവസവും വ്യത്യസ്തരായ ആളുകളെ കാണാൻ പറ്റും, വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായ മനുഷ്യരുടെ ഹാപ്പിനെസ് അനുഭവിച്ചറിയാൻ പറ്റും, വ്യത്യസ്തമായ മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ ത്രില്ലിംഗ് പാർട്ട് എന്താണെന്നറിയോ? എനിക്ക് വേണ്ടടോ തൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആളെ കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് പിന്നെ വാങ്ങിപ്പിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു കിക്കുണ്ട്. അത് ലോകത്ത് സെയിൽസ്മാന് മാത്രം അർഹതയുള്ളതാണ്. അപ്പൊ സെയിൽസ് നിങ്ങൾ നെറ്റി ചുളിച്ചുകൊണ്ട് ഒരു മോശം ജോലിയാണെന്ന രീതിയിൽ കാണേണ്ടതൊന്നുമില്ല. സെയിൽസ് ഇല്ലെങ്കിൽ ബാക്കി ഒന്നുമില്ല. സെയിൽസിന് പക്ഷേ സെയിൽസിൽ സക്സസ് ആകണമെങ്കിൽ ആ ഒരു ലെവല് DNA വേണം. അതുണ്ടെങ്കിൽ, അതിൻ്റെ ലഹരി അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ സെയിൽസ് വിട്ടുപോകുകയില്ല. ഞാനൊരു സെയിൽസ്മാനാണ്.